സത്യം പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ, ഇതെന്താ ചെയ്യാന്നുള്ളത്. എൻ്റെ അടുത്ത് എന്തിനാ ഉപയോഗിക്കല്? സിമെന്റിലേക്കാ? ആ അപ്പൊ ഇതെങ്ങനെ പൊടിയാക്കല്? മെഷീൻ ഉണ്ടോ? ആണ് സംഭവം മനസ്സിലായ. നമ്മള് കുമ്മായം അല്ലേ, കുമ്മായം 100 കുമ്മായം, അതിലേക്ക് സിമെന്റിലേക്ക് പൊടിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ ഈ സാധനം എടുക്കുന്നത് ഇവർ. എന്നിട്ട് ഇത് ഇവിടെ വന്നിട്ട് വേറെ ടീം ഇവരെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുപോകും. എന്നിട്ട് അവർ പൊടിച്ചിട്ട് അതിലേക്ക് ഉപയോഗിക്കുന്നതാണ് ഒരേട്ടൻ പറഞ്ഞത്. ഞാനവിടെ ഇങ്ങനെ കഥയും പറഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്നതാ അങ്ങ് ദൂരെ ഒരു തോണി വന്ന് കരക്കടിഞ്ഞ്, അതിൻ്റെ ബാക്കിൽ വേറൊരു തോണിയുണ്ട്. അങ്ങോട്ട് പോയി നോക്കാം. ഇവരൊക്കെ വീഡിയോ എടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, ചീത്ത പറയോ അല്ലെങ്കിൽ മുണ്ടാതിരിക്കോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുമോ ഒന്നും അറിയില്ല. ഏതായാലും പോയി നോക്കാം, ഒരു രസമല്ലേ. സമ്മതിക്കുകയാണെങ്കിൽ എടുക്കാം, എടുക്കണ്ടെന്ന് പറഞ്ഞാൽ ഓഫ് ചെയ്ത് നമുക്ക് അവിടെ കണ്ടു നിൽക്കാം, ഇത്രയ്ക്കേ ഉള്ളൂ. അവർ വലിച്ചു കയറ്റുന്നുണ്ട്. അവർ വീഡിയോ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചൂടായാലും പറയാനില്ല കേട്ടോ. കാരണം ഇവർ രാത്രി ഉറക്കൊഴിച്ചിട്ട് ഏതോ സമയത്ത് പോയതായിരിക്കും. ഇവിടുന്ന് പണി കഴിഞ്ഞൊന്ന് സമാധാനത്തിൽ നിൽക്കുമ്പോഴായിരിക്കും ഇങ്ങനെ വീഡിയോ കൊണ്ട് പോയല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. എന്താ ഇവർ കണ്ട, ഇവരും നേരത്തെ കണ്ട സാധനം ഇവിടുന്ന് പിടിച്ചുകൊണ്ടൊക്കെയാണ് ഈ ചേട്ടന്. ഇവരിവിടെ കുറേ കുന്ന് കൂട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെയും ഉണ്ട് സെയിം കുറേ സാധനങ്ങൾ. ഓരോ റൗണ്ട് കൊടുന്ന് ഓരോന്നിൻ്റെ അടിയിൽ വെച്ചിട്ട് വേണ്ട. അടുത്ത തോണി ബാക്കിൽ വന്നില്ല. അപ്പോഴേക്ക് എല്ലാവരും ഈ തോണി കയറ്റി കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും അടുത്ത തോണി കയറ്റാൻ വേണ്ടി പോയി. Seriously. Come on. നല്ല പണിയുണ്ടല്ലേ. ഇവിടെ അവര് ഞണ്ടൊക്കെ വേർതിരിക്ക് തുടങ്ങിയപ്പോത്തിന് ആക്കയും കൊക്കൊക്കെ ഒന്നായിട്ട് കൂടി. അത് ഇത്രേ ഉള്ളൂ, കഴിഞ്ഞതാ. ഇവരെല്ലാവർക്കും ഉള്ളത് വീതിക്കാണ്, കുറച്ചായിട്ട്. അതിൽ മാത്രം അതിൽ ഞണ്ട്, ചെമ്മീൻ, ആ തോണികളൊക്കെ അവിടെ വന്നതിന് ശേഷം പിന്നെ ഞാൻ ഇവിടെ ഇന്നിങ്ങനെ ഫസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഇങ്ങനെ കടൽ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അതിന് ശേഷം കുറേ തോണികൾ വന്നു. അതവരുടെ പുഷപ്പ് എടുക്കുന്നത്, ദൂരെയുള്ള പുഷപ്പ് എടുക്കുന്നുണ്ടോ ഇവിടെ ആയിട്ട്. പക്ഷേ ക്യാമറ കൊണ്ട് സൂം ചെയ്യാൻ പറ്റുന്നില്ല. നല്ല വയസ്സിന് കേട്ടോ ആക്കി, നല്ല നീണ്ട താടി, മണലിങ്ങനെ താടി വരച്ചാണ് അയാൾ ചെയ്യുന്നില്ല. സൂം ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര കഷ്ടമായി. ഓൺ
സൂക്ഷിച്ച് നോക്കിയാൽ കാണും. അവിടെ തോണികൾ ഞാൻ അയാളെ കണ്ടെടുത്തതല്ല, തോണികൾ പിന്നെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു തോണിയുടെ കയറ്റിയത് ഇപ്പോൾ ഒരു തോണിയുടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്ത തോണി ഇതാ അവിടുന്ന് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. തോണികൾ കുറേ വരുന്നുണ്ട്. ഇപ്പോഴും മറ്റേ ആ സാധനം ഇപ്പോഴും കോരുന്നുണ്ട്. ഇവിടെ കോരുന്നുണ്ട്. അതവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ കോരി നിൽക്കുന്നുണ്ട്. കോരി തന്നെയുണ്ട്. തോണികൾ ഇഷ്ടം പോലെ വന്നുകൊണ്ടുണ്ട്. ഞാൻ പോയ വഴി അതിലാണ്. അവിടെ തിരിച്ചു വരുമ്പോൾ വേറെ ഉള്ളിലെ റൂട്ടിലേക്ക് കയറിയിട്ട് ഇങ്ങനെ വന്നു നോക്കുമ്പോൾ കുറേ അങ്ങോട്ട് എവിടെയോ ആണ് ഞാൻ ഈ മെയിൻ റൂട്ടിലേക്ക് കയറിയത്. പിന്നെ ഇന്നലെ രാത്രി അളികളൊന്നിച്ച് ബൈക്കിൽ വരുമ്പോൾ ഇങ്ങനെ നോക്കി വെച്ച ചെറിയൊരു ഓർമ്മകളുണ്ടായിരുന്നു. ആ ഓർമ്മയിൽ അങ്ങനെ പോകുമ്പോൾ ഞാൻ ആ ഷോപ്പിൽ ഒരു ഷേമിയുള്ള ബ്രഷ് വെച്ചിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആ ഷോപ്പ് കണ്ടപ്പോൾ ഓർമ്മ വന്നു. അവസാനം ഇവിടെ എത്തിയപ്പെട്ടോ ഒരു ബ്രഷ് വാങ്ങി. ഏതായാലും ആ ഷോപ്പിൽ രാവിലെ ബ്രഷ് വെച്ചാൽ നല്ലത്. എവിടെ ഇല്ല, ഇപ്പുറത്തെ ഷോപ്പ് തുറന്നിട്ടുണ്ട്. അവിടെ നിന്ന് ബ്രഷ് വാങ്ങി, ബ്രഷ് കിട്ടി. അപ്പോൾ കൺഫേമായി വഴി തന്നെയാണ്. ചെറിയ വഴിയാണ് കേട്ടോ. അതൊക്കെ നോക്കിയാൽ ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്ററാണ് ബീച്ചിലേക്കുള്ളത്. ഇവിടെയൊക്കെ ഫുള്ള് മണലോ. ഇങ്ങനെ ഒരു 2 വീലറിന് പോകാനും നടക്കാനൊക്കെ ഉള്ളൊരു വഴി മാത്രമേ ഉള്ളൂ. ഈ വഴിയിലൊന്നും കുറേ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ, കാരണം പ്രൈവസിയാണ് ഓരോരുത്തർക്ക് നോക്കേണ്ടത്. അപ്പോൾ ചുറ്റുവട്ടത്തും വീടുകളാണ്, 2 സൈഡുകളും വീടുകളാണ്. ഇവിടെ കിച്ചൺ ഏരിയയൊക്കെയാണ് ഉള്ളത്. വഴി മാറിയോ? വഴി ഇതല്ല മകനെ, വഴി മാറി മകനെ. അറിയില്ല, മാറി. അവിടുന്ന് വന്നിട്ട് നേരെ അങ്ങോട്ട് പോയി. അങ്ങോട്ടല്ല, ഇങ്ങോട്ടായിരുന്നു. ഇല്ലെങ്കിൽ തന്നെ എല്ലായിടത്തും ഒരുപോലെ ആയതുകൊണ്ട് എല്ലാവരും അലക്കാണ്. ഇതേ റോഡിൽ ഏതായാലും ക്യാമറ പൊക്കിയാൽ ശരിയാവില്ല, പ്രൈവസി അല്ലേ. കണ്ടാ നടക്കുന്ന വഴികളൊക്കെ നോക്കിയേ, ഫുള്ള് മണലാണ്. അങ്ങനെ വന്ന് വീട്ടുമുറ്റത്തും മണലാണ്. ഫൈനലി മെമ്മറി തീർന്നു. 25 സെക്കൻഡും കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞ് മെമ്മറി ഫുള്ളായി. അസ്സലാമലൈക്കും. എപ്പോൾ എണിച്ച ഷീബ്? എന്നാ ശരി, ബ്രഷ് ഇട്ട് ഇതൊക്കെ പോയിട്ട്. ഐഷു കളിക്കുന്നതാ. ബായ് ശരി, ബായ്. അപ്പോൾ എൻ്റെ മെമ്മറി കഴിഞ്ഞ്. അപ്പോൾ ഓക്കെ, ബായ്.